പ്രകൃതി സംരക്ഷണത്തിന്റെ വ്യത്യസ്ത പാഠം സമൂഹത്തിന് പകർന്ന് ഇടുക്കിയിലെ ഒരു കുടുംബം. ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ കാവുകൾ ഒരുക്കിയാണ് പരിസ്ഥിതി പ്രവർത്തകനായ സുനിൽ സുരേന്ദ്രനും കുടുംബവും വ്യത്യസ്ത പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. പൂമരത്തണൽ പ്രകൃതി കുടുംബം എന്ന പേരിലാണ് അമൂല്യ സസ്യങ്ങളെ ഇവർ പരിപാലിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ വൃക്ഷങ്ങൾ നട്ടാൽ പരിപാലിക്കാൻ ആളില്ലാത്തതിനാലാണ് ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ ഇവ സംരക്ഷിക്കുന്നത്. ഇതിനോടകം സംസ്ഥാനത്താകമാനം 50-ലധികം ക്ഷേത്രങ്ങളിൽ ഇവർ കാവൊരുക്കി. ഇടുക്കിയിലും പദ്ധതി പുരോഗമിക്കുകയാണ്. ദേവവൃക്ഷങ്ങളായി കണക്കാക്കുന്ന സസ്യങ്ങളാണ് കാവുകളിൽ പരിപാലിക്കുന്നത്. സുരേന്ദ്രനൊപ്പം ഭാര്യ സുഷിതയും മക്കളായ അർജുനും അഭിമന്യുവും ചേർന്നാണ് പരിപാലനം. നമ്മൾ പബ്ലിക് റോഡിൽ ഇപ്പം തന്നെ ഞങ്ങൾ 60,000-ത്തിലധികം വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അത് നമ്മൾ പബ്ലിക് പ്ലേസിൽ വെച്ച് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്നു, അതിനെ നനയ്ക്കാൻ ആളില്ലാതെ വരുന്നു. പക്ഷെ ദേവാലയങ്ങളിലെ ഒരു ആത്മീയ പരിവേഷം കൊടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേകമായ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഏത് ദേവാലയങ്ങളാണെങ്കിലും അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ സർവ്വമത ദേവാലയങ്ങളിൽ നമ്മൾ വൃക്ഷത്തൈ നടുമ്പോൾ അതിന് പേരിൽ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കാനും അതിനെ പരിപാലിക്കാനും ആ ദേവാലയങ്ങളുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരോ അല്ലെങ്കിൽ ശാന്തിക്കാരോ ആരെങ്കിലും ഒക്കെ അതിന് തയ്യാറാകും. കാവ് പരിപാലിക്കുന്നതിനു പുറമെ ശ്രദ്ധേയമായ ഒട്ടനവധി പരിപാടികളും ഈ കുടുംബം നടപ്പാക്കിയിട്ടുണ്ട്. വിമുക്ത ഭടന്മാരുടെ വീടുകളിൽ കാവൽമരം, സ്കൂളുകളിൽ അക്ഷരവൃക്ഷം, ആരോഗ്യ പ്രവർത്തകരോടുള്ള ആദരസൂചകമായി ആതുരവൃക്ഷം തുടങ്ങിയവയും ഇവർ നടപ്പിലാക്കിയ പദ്ധതികളിൽ ചിലതാണ്.